രോഗികളുടെ ജമ്മും കസറും നമസ്കാരം ഏത് രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രോഗി എന്നുള്ള നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു ഇളവ് ജംആക്കുക എന്നുള്ളതാണ്. ഖസ്റി എന്നുള്ള രീതി യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് യാത്രക്കാരനാകുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു യാത്രയുടെ പരിധിയിൽ വരുന്ന രൂപത്തിൽ ദൂരൊക്കെയാണ് ഹോസ്പിറ്റൽ ഉള്ളത് എങ്കിൽ, ആ നിലക്കാണ് രോഗിയുള്ളത് എങ്കിൽ സ്വാഭാവികമായിട്ട് യാത്രക്കാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കസറാക്കാം, രോഗി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ജംഉമാക്കാവുന്നതാണ്. അതല്ല തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റലുകളിലോ അതല്ലെങ്കിൽ വീട്ടിലൊക്കെയാണ്, രോഗി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ജംആക്കാനാണ് അവസരമുള്ളത്. ഒരിക്കലും കസറാക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നില്ല. കാരണം അൽ ജംഉ ലിൽ ഹാജ എന്ന ഹാജത്ത്, ജംഇ എന്നുള്ളത് ആവശ്യത്തിന് ചെയ്യാവുന്നതാണ്. ആ ആവശ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇത്തരത്തിൽ രോഗം, നല്ല ശക്തമായ മഴ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ നിലക്ക് ജംആക്കിക്കൊണ്ട് നിസ്കരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനി ഒരു യാത്രയുടെ ദൂരമുള്ള ഒരു സുദീർഘമായ സ്ഥലത്ത് ഹോസ്പിറ്റലിലൊക്കെയാണ് രോഗിയുള്ളത് എങ്കിൽ ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ രോഗിക്ക് ഒരു യാത്രക്കാരൻ എന്നുള്ള നിലക്ക് കൂടിയുള്ള ഇളവ് അവിടെ സ്വീകരിച്ചുകൊണ്ട് കസറാക്കാമെന്നുള്ളതാണ്. അല്ലാതെ രോഗി എന്നുള്ള നിലക്ക് കസറാക്കുന്ന രീതി ഒരിക്കലും ഇല്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു അഅലം.